ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് ആണ്. നിങ്ങളോടുള്ള അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കാം. ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് 3 ഓഫ് വാൺസ്, ക്യൂൻ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി അവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഫോർ ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത് ഫീലിങ്സ്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജി ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. എല്ലാം അവരാണ് തീരുമാനിക്കുന്നതും ഒക്കെ അവരാണ്. ഇപ്പോൾ പോലും എന്തോ ഒരു കാര്യം അവർ തീരുമാനിച്ച് പുറപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു കാര്യം തീരുമാനിച്ച് പുറപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ 4 ഓഫ് ഷോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. രാത്രിയിൽ എന്തൊക്കെയോ അവരെ അലട്ടുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ ആളെ വല്ലാതെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഏത് സമയത്തും ആൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് എന്തൊക്കെയോ ആളടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രധാനപ്പെട്ട, അതൊക്കെ ആൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ആൾക്ക് ഈ ഒരു സമയത്ത് എന്തോ ഒരു ആക്ഷൻ ആൾ എടുക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് നേരെ. പക്ഷെ ആൾ പിന്തിരിയേണ്ട ഒരു അവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ. അതായത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു നിലപാടിലാണ് നിങ്ങളുടെ വ്യക്തിയിലുള്ളത്. പക്ഷെ മനസ്സുകൊണ്ട് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടത്. ആ ഒരു തീരുമാനത്തിൽ ആൾ ഉറച്ചു നിന്ന വ്യക്തി തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് ആൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കാര്യം ആൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ 2 മനസ്സാണ്. ഇപ്പോൾ എന്ത് ചെയ്യണം ഒന്നും മനസ്സിലാത്തൊരവസ്ഥ. ആൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വേണം, നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല. പക്ഷേ ഒരു സൈഡ് ആളുടെ വേറൊരു വശവും ആൾക്കുണ്ട്. കാരണം അതൊരു ഫാമിലി ആകാം, അല്ലെങ്കിൽ ആളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി തന്നെ ആകാം. അതും കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ എപ്പോൾ നോക്കിയാലും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ക്യൂൻ ഓഫ് ഷോർട്സ് ആണ്. ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. പലതവണ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്ത വ്യക്തിയാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒരുപാട്, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ കുത്തി നോവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അവർ പറയുന്നത് പോലെയാണ് നിങ്ങൾ കേട്ടിരിക്കേണ്ടത്. അവർ പറയുന്നതിൻ്റെ അപ്പുറം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. പിന്നെ അത് ഭയങ്കരമായിട്ട് അവർ എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കണം. അങ്ങനെയാണ് നിങ്ങളെ കൂടുതലും ഈ വ്യക്തി അനുസരിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കണക്ഷനിൽ. സാധാരണ ഇതിനകത്ത് നല്ല ശക്തമായ തേർഡ് പാർട്ടി കണക്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം. ചിലപ്പോൾ ഫാമിലി സംബന്ധമായ കാര്യങ്ങൾ, നിങ്ങൾക്കിടയിൽ ഫാമിലി ആയിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ ആയിരിക്കാം, ഈ വ്യക്തിയുടെ കണക്ഷനും ആകാം. എന്തായാലും ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണെന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു വ്യക്തിക്കുള്ളതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമെങ്കിലും ഉണ്ടാവും എന്താണ് എന്നുള്ളത്. അപ്പോൾ അതാണ് മെയിനായിട്ട് കാണുന്നത്.
ശരിക്കും ഈ ഒരു വ്യക്തിക്ക് നേരെ അവർ ഭയങ്കരം ആണ്. ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയെ ഒരു ബ്ലാക്ക് മാജിക്കിലൊക്കെ ചെയ്തു വെച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു പറയുന്ന ഈ മൂന്നാമത് വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത്. ഒരു ഫെമിനിൻ എനർജിയാണ് കാണുന്നത്. അത് ഒരു സ്ത്രീ ആകാനാണ് സാധ്യത. കാരണം അവർ നിസ്സാരക്കാരിയല്ല. കാരണം അവർ ഭയങ്കര ഒരു ബ്ലാക്ക് മാജിക്കലൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെയാണ്. എല്ലാ തന്ത്രശാലിയാണ് അവർ. കൂടോത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം അവർ നിങ്ങളുടെ വ്യക്തിയെ ട്രാപ്പിലാക്കി വെച്ചതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവരുടെ കൺട്രോളിലാണ് അതാണ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടും. നിങ്ങളുടെ വ്യക്തിക്ക് നേരെ നിങ്ങൾക്ക് ഒരു ശബ്ദം ഉയർത്താൻ പറ്റില്ല. അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാഗത്തു നിന്നും ഭയങ്കരമായിട്ടുള്ള ഇതായിരിക്കാം നിങ്ങൾ ഏറ്റുവാങ്ങുന്നത്. നിങ്ങളെ മാക്സിമം അവരുടെ പരിധിയിൽ, അതായത് നിങ്ങളുടെ വ്യക്തി എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങളെ അനുസരിപ്പിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. അതായത് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട്, എല്ലാം ഇങ്ങോട്ട് പറയുന്നത് കേട്ട്. അല്ല, അവരുടെ ഭാഗമാണ് ശരി എന്നുള്ള ഇതിലാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് ശരി പറഞ്ഞാലും അത് നിങ്ങളുടെ വ്യക്തി കേൾക്കുന്നുണ്ടാവില്ല ഈ ഒരു സമയത്ത്. അതൊന്നും കേട്ടിരിക്കാൻ അവർക്ക് ഒരു ഇതായിരിക്കാം. നിങ്ങളെ ഒരു നിസ്സാരമായിട്ട് കാണുന്നുണ്ടാവാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനൊന്നും ഒരു വിലയുണ്ടാവില്ല. ശരിക്കും എല്ലാം അവർ പറയുന്നതാണ് ശരി. അതൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബ്ലാക്ക് മാജിക്കലൊക്കെ നടന്നിട്ടുണ്ട്. ഈ വ്യക്തി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ആദ്യമൊന്നും, പക്ഷെ ഇപ്പോഴേ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഇതിലാണ് അവർ കൂടോത്രത്തിൻ്റെ എല്ലാം ആളാണ്. അതുപോലെ തന്ത്രശാലിയാണ് ഈ ഒരു വ്യക്തിക്ക്. പക്ഷെ നിങ്ങളെ ഒരിക്കലും ആൾ വിടത്തില്ല കേട്ടോ. അവർക്ക് വേണം നിങ്ങളെ. എന്നാൽ അവർ പറയുന്നത് പോലെയാണ് അവർ കൂടുതലും. അവരെങ്ങനെയാണോ പറയുന്നത് അതുപോലെ നിങ്ങൾ നിൽക്കണം. അങ്ങനെ ഒരു പക്ഷെ അവർക്ക് ഒരിക്കലും നിങ്ങളെ വിടാനും പറ്റില്ല ഈ ഒരു വ്യക്തിക്ക്. ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ പിണങ്ങി നിന്നതായിട്ട് കാണുന്നുണ്ട്. ഭയങ്കര ഈഗോ ഉള്ള വ്യക്തിയാണ്. കടുംപിടുത്തം, വാശി, ദേഷ്യമാണ് കൂടുതലും ഉള്ളത് എന്നാണ് കാണുന്നത്. ചില സാഹചര്യത്തിൽ നിങ്ങളോട് പിണങ്ങിയാൽ പെട്ടെന്ന് അടുക്കാത്ത വ്യക്തിയായിരിക്കാം. പെട്ടെന്നൊന്നും അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ ഒരുപാട് സ്നേഹം ഉള്ള വ്യക്തി തന്നെയാണ്. സ്നേഹിച്ചാൽ ഒരുപാട് സ്നേഹിക്കും, ദേഷ്യം വന്നാൽ ഒരുപാട് ദേഷ്യമായിരിക്കാം. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വില മനസ്സിലായതായിട്ടാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം, സമാധാനം, സന്തോഷമൊക്കെ ഉള്ളതെന്ന് ആൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലാക്ക് മാജിക്കിൽ ഒരു 10% പേർക്ക് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടക്കും എന്ന് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി പഴയ രീതിയിൽ തന്നെ വരും. അതിനെ കുറച്ച് സമയമെടുക്കും, പക്ഷേ ആൾ ശരിയായി വരും. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊന്നും കുറവായതായിട്ട് കാണുന്നുണ്ട്. വലിയ രീതിയിൽ ആ പഴയ ഒരു സ്വഭാവത്തിൽ ആൾ സംസാരിക്കുന്നില്ല, പഴയ വ്യക്തിയെ പോലെ. നിങ്ങളെ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടാവില്ല. പലപ്പോഴും നിങ്ങളോട് ഒരു ചെറിയൊരു ശതമാനമായിരിക്കാം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കും ആൾ നിന്ന് പോകുന്നത്. എന്നാൽ നിങ്ങളും ആളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം. അതായത് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്. ആൾ അങ്ങനെ ഒരു ലെസ് കോണ്ടാക്റ്റ്, ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെയാണ് കാണുന്നത്. അതുമാത്രമല്ല ഈ ഒരു വ്യക്തി പഴയ പോലെ ആകാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ. പക്ഷേ ആൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ആൾ നിങ്ങളുടെ പഴയ വ്യക്തിയായിട്ട് തന്നെ വരും. പക്ഷെ അതിന് കുറച്ചൊരു സമയമുണ്ട്, നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. പഴയ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ആൾ മാറും. ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ചിന്തയിലൊക്കെ നിങ്ങളാണെന്നാണ് കാണുന്നത്. എന്തൊക്കെ അങ്ങനെയാണെങ്കിൽ ശരി, ആളുടെ മനസ്സിലൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സുകൊണ്ട് ആൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ചില സാഹചര്യത്തിൽ ദേഷ്യമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം. എങ്ങനെയായാലും നിങ്ങളുടെ ആ ഒരു ചിന്ത ആളെ വിടുന്നില്ല. ഇപ്പോഴും അതെ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം സ്നേഹം നിങ്ങളോടുണ്ട്. ചില നേരത്ത് അത് ഭയങ്കര ദേഷ്യമായിരിക്കാം. പക്ഷെ പഴയ വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങളുടെ പഴയ വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഒരുപാട് ചേഞ്ച് ആയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴും ആളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിങ്ങളടുത്തുണ്ട്. ഇവിടെ കണ്ടോ, നിങ്ങളാണ് ആൾക്ക് വലുത്. അപ്പോൾ നിങ്ങളുള്ളപ്പോഴാണ് ആളുടെ ഒരു സന്തോഷം, സമാധാനം ഒക്കെ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെ ആൾ നേടിയെടുക്കാൻ തന്നെയാണ് ആളുടെ ഉദ്ദേശം. തന്നെയാണ് നിങ്ങൾ കൂടെ വേണം എന്നുള്ളത് തന്നെയാണ് ആളുടെ ഉദ്ദേശം. അവരുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് കണ്ടോ,
ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് ഫീലിങ്സ് ഈ ഒരു വ്യക്തിക്കുണ്ട്. നിങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ്. കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും. അപ്പോൾ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും വേർപെടുത്താൻ പറ്റാത്ത സ്നേഹമാണ്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇത്രയും സഹിച്ചിട്ടും നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. ഒരിക്കലും അതുപോലെ കഴിഞ്ഞവരായിരിക്കാം നിങ്ങൾ. ഒരിക്കലും നിങ്ങൾക്കും വേർപെടുത്താൻ പറ്റില്ല. ആ വ്യക്തിക്കും അതുപോലെ തന്നെയാണ്. പക്ഷേ അവരുടെ സ്വഭാവത്തിലൊക്കെ ഇപ്പോൾ ചേഞ്ച് വന്നപ്പോഴാണ് നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ്? ഇതിനകത്തൊരു സ്ത്രീയാണ് ഇതിന് കാരണം എന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു ഫാമിലി ലൈഫ് നിങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കുറച്ച് സമയം എടുത്താലും ശരി, ആ ഒരു വ്യക്തി ശരിയായി വരും. ആ പഴയ വ്യക്തിയായിട്ട് തന്നെ വരും. ബ്ലാക്ക് മാജിക്കലിൻ്റെ അഭാവമൊക്കെ കുറഞ്ഞാൽ തന്നെ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരും. അതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. യൂണിവേഴ്സിനോട് അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. നന്നായിട്ടൊരു പ്രാർത്ഥന. നിങ്ങൾ മനസ്സിൽ വിഷമമൊന്നും വെക്കാതെ, ഏത് സമയത്തും നിങ്ങളിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളുടെ ആ പഴയ, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ വ്യക്തി എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചതും കെയർ ചെയ്തതും സപ്പോർട്ട് ചെയ്തൊക്കെ, ആ ഒരു വ്യക്തിയല്ല എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഇതിന് പിന്നിൽ ആരാണെന്നുള്ളതും ചില സാഹചര്യത്തിൽ അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു സംശയമെങ്കിലും ഉണ്ടാവാം. നിങ്ങൾ ഈ ഒരു സമയം വേണ്ടത് മനസ്സ് പോസിറ്റീവാക്കി വെക്കാം. നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെയായാലും ശരി നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും. അത് നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാനോ ആ ഒരു വ്യക്തിക്ക് ഉപേക്ഷിക്കാനോ സാധിക്കില്ല രണ്ടുപേർക്കും. അപ്പോൾ അത്രത്തോളം സ്നേഹത്തിൽ കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടിരിക്കുക. എന്നിട്ട് യൂണിവേഴ്സിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. നെഗറ്റീവ് ചിന്തിക്കരുത് അവിടെ. അപ്പോൾ നിങ്ങളും കൂടി നെഗറ്റീവ് ചിന്തിച്ചാൽ കൂടുതൽ ഇത് നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് പോസിറ്റീവായിട്ടിരുന്ന് നല്ലപോലെ പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട്. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെ ആയാലും ശരി, ഈ ഒരു വ്യക്തി ലൈഫിലേക്ക് തന്നെ, നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരും. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. ബ്ലൂ ബട്ടർഫ്ലൈസ്, അത്തം നക്ഷത്രം, ജനുവരി, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ഡ്രൈവർ, ലെറ്റർ എ, ഉത്രാടം, പൂയം, രോഹിണി നക്ഷത്രം, ലെറ്റർ ഒ ആണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. മൂലം നക്ഷത്രം, കാസർഗോഡ്, ബ്ലൂ കളർ, ഗൾഫ് രാജ്യം, സെപ്റ്റംബർ മാസം, ലെറ്റർ കെ ആണ്. ലെറ്റർ ഇ, ഉത്രട്ടാതി, കാർത്തിക, യെല്ലോ കളർ, വൈ, ലെറ്റർ വൈ, ലെറ്റർ എൻ, പിങ്ക് കളർ, ലെറ്റർ ബി ആണ് വന്നിരിക്കുന്നത്. ഉത്രം നക്ഷത്രം, ഐ ആണ് വന്നിരിക്കുന്നത്. 20, 29, 31, 46, 40, 44, 45, 16, 7. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്